ഹാരിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോണ്. നിങ്ങളെല്ലാവരും സേഫായിട്ടും നല്ല ഉഷാറായിട്ടും നോൽമ്പൊക്കെ നോറ്റി കുഴങ്ങി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണോ? അപ്പം ഞാനും ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. ഇന്നേതായാലും നോൽമ്പും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെതാ ഇന്നത്തെ ദിവസം അടിപൊളി ഒരു ദിവസം കേട്ടോ. ഒരു വെള്ളിയാഴ്ച വ്ളോഗ് എന്ന് തന്നെയാണ് പറയട്ടെ. ഇന്നത്തെ വെള്ളിയാഴ്ച വ്ളോഗ് ആയിക്കോട്ടെ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ തരാനുണ്ട്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യപരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ആകുമ്പോൾ മൂപ്പർക്ക് പണിയില്ല കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് എന്തെങ്കിലും പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചെങ്ങങ്കോയ്ക്ക് പനിയാണ് കേട്ടോ. കുറച്ച് വിറയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പർക്കൊരു മരുന്നാണ് കൊടുത്ത് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പുള്ളിക്കുട്ടിയാണുള്ളത്. ഒക്കെ ഇഷ്ടംപോലെ കോഴികളില്ല കൂടെയായിരുന്നു എൻ്റെത്. പക്ഷെ ചത്ത് പൊക്കം അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് കോഴികളാണ്, 3 കോഴികളാണ്. ഒരു കോഴിയാണ് ഈ അപ്പുറത്ത് വിരുന്ന് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഉള്ളത്. ഇനി പോളെ പോയി പിടിച്ച് കൊണ്ടുവരണം. ഓള് മുട്ടിട്ട് വിരിഞ്ഞ് കുട്ടികളെ കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവനാണ് പിന്നെ ഒരു മുതുക്കനായിട്ടുള്ളത്. ഓനും തന്നെ എന്തൊക്കെയോ സൂക്കടാണ്. പിന്നെ ഒരു ചെറിയൊരു പെട്ടക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ അടച്ചിടാനായി. അത്രത്തോളമായിട്ടുണ്ട്. പിടുത്തം വിട്ടുവിടുക, കോഴികളൊന്നുമില്ല. അപ്പം നമ്മളെ ഒരു വീട്ടിലൊരു കോഴികളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മളെ എന്തെങ്കിലുമൊക്കെ ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനൊക്കെ ഓല് തന്നെ നല്ലതാണ്. ആ ഫോൺ വാങ്ങിയേക്കുണ്ട് നിങ്ങൾ കുട്ടിയേതാക്കണം. ഓന്ന് നേരത്തെ കാലത്ത് നീച്ചിക്കണം, ഇന്നലെ വരെ നീച്ചിട്ടില്ലേനി. അതൊക്കെ ചപ്പാത്തിയും കറി ഉണ്ടാവും. തൽക്കാലം അടക്കട്ടെ. പുട്ടുണ്ടാക്കണ്ട, നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. രാവിലെ തന്നെ ഫോണിൽ എന്തോ കൊണ്ടോ സമയം 7:15 അല്ലേ? ഓക്കെ. അടുക്കി കേട്ടങ്ങള് കടന്നുറങ്ങട്ടെ. എന്താപ്പ വർത്താനം? പൊട്ടൻ കുട്ടൻ അതൊക്കെ തിന്നേ. ക്യാമറ അങ്ങോട്ട് പൊന്തിച്ചാൽ പിന്നെ മൂപ്പർക്ക് ഒച്ച ഉണ്ടാവില്ല കേട്ടോ. വല്ലാതെ മെല്ലെ ഇക്കാരം ഒച്ചയും വർത്താനമൊക്കെ മെല്ലെ ചെയ്യും. അല്ലെങ്കിൽ ആകപ്പാടൊരു ആർത്തുല്ലസിച്ചേക്കാരം. നമ്മൾ വെറുതെ എന്തെങ്കിലും വർത്താനം പറയുകയാണെങ്കിലും ആർത്തുല്ലസിച്ചേക്കാരം വർത്താനം പറയല്ലോ. പക്ഷേ ക്യാമറ അങ്ങോട്ട് പൊന്തിച്ചാൽ പിന്നെ ഒച്ച ഉണ്ടാവില്ല, വിളി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നതാണ്. പോത്തുകുട്ടികളെ കാര്യമാണ് പറഞ്ഞതൊക്കെ. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നുണ്ട്, പാളിജി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ഞാനങ്ങോട്ട് ചായ കുടിച്ചു. പിന്നെ ചപ്പാത്തി ഒന്നും തിന്നതൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കുളി കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് തിന്നാമെന്നാണ് വിചാരിച്ച്. അങ്ങനെ കുളിക്കാനില്ല ഒരുക്കത്തിലാണ് കേട്ടോ. പുഴയിലൊന്നും പോകണം. പിന്നെ പച്ചക്കറിയില്ല നമുക്കിപ്പോൾ പച്ചക്കറി ആയിട്ടില്ല കേട്ടോ. പച്ചക്കറിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വാഴയൊക്കെ വെട്ടി ഒരു വിധമൊക്കെ ആയി. ഇനിയിപ്പോൾ വീട്ടാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പുല്ല് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോകണം. അതാണിപ്പം മെയിൻ കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞെന്ന്, എന്താ പേര് ഞാൻ ഓർക്കണില്ല, ഒരാൾ കമൻ്റ് ഇട്ട് പറഞ്ഞെന്ന്, എങ്ങനെയാണ് ബക്കറ്റില്ലാതെ ഈ ഒരു തുണിയിൽ കെട്ടിയിട്ട് പുഴയ്ക്ക് കൊണ്ടുപോകുക, ഒരു കെട്ടായിട്ട് എങ്ങനെ കൊണ്ടുപോകുക എന്ന് ചോദിച്ചപ്പം ഇങ്ങനെയാണ് കേട്ടോ കൊണ്ടുപോകുക. ഈ ഒരു വലിയ തുണി ഉണ്ടല്ലോ, നമ്മൾ ഉടുക്കണ തുണി 2 മടക്കിയിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ തിരുമ്പാല തുണികളൊക്കെ ഇടുക. എന്നിട്ട് ഇതാക്കണം, ഇങ്ങനെ 4 ഭാഗം കൂടി കൂട്ടി കെട്ടിയാലുണ്ടല്ലോ ഇങ്ങനെ ഒരു കെട്ടായിട്ട്, ഒരു ബാണ്ടക്കെട്ടായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല രസം ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഭയങ്കര വെള്ളമൊക്കെ നനഞ്ഞ് ആകപ്പാട് ഡ്രസ്സൊക്കെ നനയും. അപ്പോൾ ആ പറഞ്ഞ കമൻ്റ് ഇട്ട കുട്ടി ഹോസ്റ്റലിലാണ്. അപ്പോൾ പുഴയ്ക്ക് എങ്ങാനും പോയാൽ ബക്കറ്റൊന്നും കൊടുത്തയച്ചിട്ടില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാവും. അപ്പോൾ അങ്ങനെ കെട്ടിക്കൊണ്ടാകാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഒരു ബാണ്ട് കെട്ടിയാണ്ട് പുഴയിൽ പോകല്. പണ്ടൊക്കെ നമ്മളെ പോയിരുന്നിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തൊട്ട് ചെറിയൊരു പുഴ ഉണ്ട്. അപ്പം അവർക്കൊക്കെ നമ്മളങ്ങനെ പോയിരുന്നു. അത് ഓട്ടോറിക്ഷയ്ക്ക് പോകാനുണ്ട്, എന്നാലും പുഴയിലൊക്കെ പോയി ആ ഒരു ശീലമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നേരം പിന്നെ ഫുൾ ടൈം നമ്മൾ പുഴയിൽ തന്നെയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ പുഴയിലെത്തിയിട്ടുണ്ട്. കുറേ നടക്കാനൊന്നുമില്ല, കഥ ഒരു 5 മിനിറ്റിൻ്റെ ഒരു നടക്കാൻ തന്നെ ഉള്ളൂ. അങ്ങനെ പുഴയിലെത്തിയിട്ടുണ്ട്. പുഴയിൽ ഇനി കുറച്ച് പണിയുണ്ട് കേട്ടോ. വെയിൽ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലെത്തിക്കുമ്പം അത് തോന്നൂല, പക്ഷെ ഇവിടെ എത്തുമ്പോൾ നല്ല വെയിലാണ്.
ഇതിലാണ് നമ്മളെ പുല്ലുള്ളത് കേട്ടോ. മൂപ്പരാളം കെട്ടാൻ പോകണമെന്ന് വെച്ചാൽ ഈ മതിൽ റെഡി, ചൈന വൻമതിൽ റെഡി ആയിട്ടില്ല. അപ്പോൾ കവുങ്ങ് എടുക്കാനായിട്ട് പോവുകയാണ്. ഓ വെയിലാണ് ഗായ്സ്, വെയിലാണ്. നേരപ്പം എവിടെ സമയം എത്രയോ അയക്കണം. ഇപ്പോൾ സമയം കാണാമല്ലോ ഇതിൽ. കുളിക്കാൻ ഞാൻ തിരുമ്പിയിട്ടുണ്ട് കേട്ടോ. തിരുമ്പി കഴിഞ്ഞു. മൂപ്പര് നേരം വൈകിയപ്പോൾ ഞാനങ്ങോട്ട് തിരുമ്പി. ഇനിയിപ്പോൾ തിരുമ്പണ്ടല്ലോ, ഞാനവിടെ തിരുമ്പി കഴിഞ്ഞു. അവിടെ കണ്ട പാറ, ഇവിടേക്ക് നാട്ടപ്പാറ എന്ന് പറയും, ചെറുകാട്ടപ്പാറ എന്ന് പറയും. നാട്ടപ്പാറ കേട്ടോ പറയാം. ചെക്ക് തോന്നുന്നത് അത് അവിടെയാണ് നാട്ടപ്പാറ എന്ന് പറയാം അവിടെ. അപ്പോൾ ആ വലിയ പാറ നിൽക്കണുണ്ടോ, അവിടെയാണ് നാട്ടപ്പാറ. ആ നാട്ടപ്പാറ ചിലപ്പോൾ അവിടെ കുറേ നാട്ടാന്ന് പറയുന്നത് എന്താ മുള. പണ്ട് മുളക്കാണ് നാട്ടാന്ന് പറയാം, നാട്ട. അപ്പോൾ അവിടെ കുറേ മുള ഉണ്ടാവും ഈ കാര്യം. അങ്ങനെ വന്നതാവും നാട്ടപ്പാറ. ആ മുളയും പാറയും കണ്ടോ, അപ്പോൾ നാട്ടപ്പാറ. ഇത് ചെറിയ നാട്ടപ്പാറ കേട്ടോ. ഇപ്പോൾ മൂപ്പരെ ഫോണിലാട്ട് എടുക്കണം, അതാ ഇങ്ങനെ ഒരു ക്ലിയർ ഇല്ലേ. ഞാൻ തിരുമ്പി കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിൽ കിടക്കിയിരുന്നു, പോത്താളെ പോലെ വെള്ളത്തിൽ കിടക്കിയിരുന്നു. ഞാൻ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പുല്ലുണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെ പോത്താക്ക് തിന്നാൻ പുല്ലാണ് ഇതിൽ. കണ്ട പുല്ല് ഒക്കെ പുല്ലായതുകൊണ്ട് അറിയില്ലല്ലേ, പ്രത്യേക തരം പുല്ലുണ്ടായില്ല, വളർത്തിയതാണ്. അപ്പം അതിനൊന്ന് വെയിൽ അടക്കണം. വെള്ളിയാഴ്ച വ്ളോഗാണ്. ഇപ്പോൾ ലാസ്റ്റ് വെള്ളിയാഴ്ച അല്ലേ, അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളൊക്കെയാണ്. അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണ് നമ്മളെ കലണ്ടർ പറയുന്നുണ്ട്. എന്താവും 29 ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പം വെയിലാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കവുങ്ങൊക്കെ വെട്ടി അലകൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ മറച്ചെടുത്തിട്ടോ, ഫുള്ളായിട്ട് അങ്ങോട്ട് മറച്ചെടുത്തിട്ടുണ്ട്. പോത്താൾ, പശുക്കൾ, അതേപോലെ തന്നെ ആടുകളൊക്കെ കയറി മറിയാണ്. ആ പുല്ലാണല്ലോ. പുല്ലാണുമ്പോൾ പിന്നെ അന്തല്ലാത്ത ജീവികളല്ലേ, നാൽക്കാലികൾ, വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓൽക്ക് എന്ത് വെയിൽ, ഏൽക്കും എന്ത് പുല്ല്, എല്ലാ പുല്ലും ഓൽക്കും ഒരേപോലെയാണ്. പിന്നെ നമ്മൾ നനച്ചുണ്ടാക്കണല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പം അങ്ങനെ വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പരിപാടിയായിട്ട്. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ, 10 മണിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ തള്ളയിലൊരു തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വെയിലൊന്നും കൊണ്ട് എനിക്ക് പരിചയമൊന്നുമില്ല, പരിചയപ്പെടണം, അതല്ലേ സത്യം. അങ്ങനെയാണല്ലോ. കാരണം കുറേ നമുക്ക് ഈ മൂപ്പര് പറയുന്നതൊക്കെ AC യിലിരുന്ന് പണിയെടുക്കാൻ കഴിയൂലല്ലോ. നമുക്ക് ഇതാ വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളൊക്കെ വേണം, തലവേദനയൊക്കെ കുറച്ച് മാറ്റിയൊക്കെ വേണം. അല്ലെങ്കിൽ വെയിലൊക്കെ കൊണ്ടാൽ നമുക്ക് മൈഗ്രെയിൻ്റെ വേദന പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വെയിലൊക്കെ കൊണ്ടാണ്ട്. വെയിൽ തീരെ കൊള്ളാൻ കഴിയലില്ലേന്ന് കേട്ടോ. അപ്പം മതിലെങ്ങനെയുണ്ട്, മതിൽ ഉഷാർ മതിലായിരിക്കുന്നു. ആദ്യം പച്ച ഷീറ്റ് കെട്ടി, പിന്നെ ഇതാക്കണ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കെട്ടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പുല്ലൊക്കെ മുളച്ച് പൊന്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-2.5 മാസം ഉള്ളും തോന്നുന്നുണ്ട് വലിയ പെരുന്നാളിന്. വലിയ പെരുന്നാളാകുമ്പോഴത്തേന് നമ്മളെ പോത്താളൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഒരു പാപമുണ്ട്. അങ്ങനെ ഒരു 8-8:30 ആയപ്പോൾ പുഴയൊക്കെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് കയറിയപ്പോൾ അത് 11:30-12 മണിയോട് അടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുക്കളയിൽ വന്നിട്ട് ഒരു പൂരപ്പറമ്പൻ്റെ എന്നിട്ടോ ഭയങ്കര പണികളുണ്ടായിരുന്നു. ചോറ് വെക്കാൻ, കറി വെക്കാൻ, അങ്ങനത്തെ ഏകദേശം പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഞാൻ ഇത്തിരി അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടി അടിച്ച് ഒരു മാക്സിയോളം അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഒരു 3-3:30-4 മണിയോടായിട്ട് ഞങ്ങൾ മഞ്ചേരിയിൽ പോന്നിട്ടുണ്ട് കേട്ടോ. മൂപ്പരൊന്ന് ഡോക്ടറെ കാട്ടണം, സ്കിന്നിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് കാട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ നമുക്ക് മാക്സി ബിറ്റും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതുവരെയായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആശുപത്രിയൊക്കെ ഇതാക്കണം, നല്ല ഹൈറ്റൊക്കെ ആയിക്കണം, നല്ല ചുറുക്കുണ്ടില്ല ആശുപത്രി കാണാൻ. അങ്ങനെ ആശുപത്രിയും കണ്ട് ഇതാക്കണം. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ കട, ആ ഒരു തുണിക്കടയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഹോൾ സ്കെയിലിൻ്റെ കടയാണ്. അപ്പോൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 1-2 കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കണം, അതിന് വില നോക്കിയിട്ടില്ലെങ്കിലും വേണില്ല. നമുക്ക് ഒരാൾക്ക് സാധനം കൊടുക്കുമ്പോണ്ടല്ലോ അതൊന്ന് വൃത്തിയായിട്ട് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പണ്ട് മുതലേ ഒരു ശീലം കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തയ്യൽക്കാരിയായത് കാരണം അതൊക്കെ അപ്പോൾ നോക്കി വാങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരാണ് ഇതിൻ്റെ നോട്ടക്കാരനല്ല. അപ്പോൾ നമുക്കൊരു എങ്ങനെയായാലും ഒരു കൈത്താങ്ങ് വേണമല്ലോ. നമുക്കൊരു ബാക്ക് ബോണായിട്ട് ഒരാൾ ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് മാക്സ് ഉള്ളത്. വലിയ കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഇല്ലത് കൂട്ടത്തിൽ നല്ലത് ഞാൻ നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 2-3-4 കെട്ടെടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നോക്കട്ടെ എന്താവും എന്നറിയില്ല.
ഓരോ കള്ളി പുള്ളി കൊണ്ടുണ്ടേ ഇത് അടുത്തുകൊണ്ട് രസം അത് രസമുണ്ട് അത് എടുക്കാം ഇതിൻ്റെ ഇത് ലോക്കലാണ് ഇത് ലോക്കലേക്കാരം എന്തായിരുന്നു ഇതിലേതേലും ഇട്ടെടുക്കുമ്പോൾ അതെടുക്കാം ഇനി രണ്ടെണ്ണം ഉള്ളിട്ടോ അതിൻ്റെ കമ്പനി ഇങ്ങനെ നോക്കിയതാ പത്മശ്രീയാണ് പത്മശ്രീ ഇത് വേണ്ട ഇതൊരു ഇതില്ലാന്ന് ഞാൻ ആ വീഡിയോയിൽ ഇന്നാൾ കണ്ട് ഇത് സുഖമില്ലാന്ന് തോന്നി ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാനൊന്നും ഉണ്ടാവില്ല നമുക്കിത് ഇഷ്ടപ്പെട്ടിട്ട് കളറൊന്നും പോണില്ല എന്ന് ഉറപ്പിച്ചാൽ നമ്മളങ്ങോട്ട് വാങ്ങിപ്പോരാണ് ഇവിടെ വലിയൊരു കടയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിപ്പോരാൻ നമ്മൾ ചെറിയൊരു ബിസിനസ്സാണല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളെ നമ്മൾ ഇറക്കണുള്ളൂ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകുന്നത് പിന്നെ പോരാത്തന്നെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തും അപ്പോൾ ഇതിപ്പോൾ എത്ര കാലം ഉണ്ടാവും അത് അധിക കാലമൊന്നും ഉണ്ടാവില്ല എന്ന് ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് പോണോടത്തോളം അങ്ങോട്ട് പോട്ടേന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കണത് നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു 5 കൊല്ലമായി തട്ടിമുട്ടിയും തന്നെയാണ് പോണത് എന്നാലും ഇപ്പോൾ ഇതും ഇങ്ങനെയൊക്കെ തന്നെ പോട്ടേന്ന് വിചാരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോട്ടെ പ്രാർത്ഥനയൊക്കെ വേണം പിന്നെ ഇതൊക്കെയാണ് ഞാൻ എടുത്ത മാക്സിസീലയും കാര്യങ്ങളൊക്കെ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ നമ്മളെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അവരിലൊന്ന് ഓർഡർ ആക്കണം കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് വാട്സപ്പിൽ അയച്ചാലും മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഫുൾ കാര്യങ്ങളും ഇതൊക്കെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരാം അപ്പം ഇതാണ് നമ്മൾ ശീലയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത്രയും ഒരു ബണ്ടിൽ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇത്രത്തോളം നമ്മൾ വളർന്നിട്ടില്ല നമ്മൾക്കൊരു ചെറിയൊരു ശിശുവാണല്ലോ ഇതിൻ്റെ അങ്ങോട്ട് കൊല്ലങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മൾ വലുതാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം പോയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ പോരൽ ഇതാക്കണം ഇവിടുന്ന് നമ്മളെ പത്തപ്പിരിയ അമ്പലത്തിൽ നിന്ന് ഒരു ഇടവണ്ണ അമ്പലത്തേക്ക് ഒരു കുട്ടി കലാശം എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ പോന്നു അപ്പോൾ ഏതായാലും ആ ഒരു പോക്ക് പോയപ്പോൾ ഞാനും തന്നെ മനസ്സിൽ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചു ഓർഡറും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടണേന്ന് പ്രാർത്ഥിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ എല്ലാവരും വളരണം ആ കൂട്ടത്തിൽ നമ്മളും വളരണം അങ്ങനെ പോണ പോക്കിലാണ് വഴിയോര കച്ചവടക്കാരനെ കണ്ടു കേട്ടോ നമ്മളെ സീറ്റൊന്ന് മാറ്റണമെന്ന് നമ്മളെ വണ്ടീൻ്റെ സീറ്റൊന്ന് മാറ്റണേന്ന് കേട്ടോ അപ്പോൾ അതിന് നിർത്തിയതാണ് അപ്പോൾ ആ ഒരു കച്ചവടക്കാരൻ്റെ സീറ്റിൽ കയറി ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ ഇരുന്ന് കുഴങ്ങി പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഇരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ആ ഒരു കലാശം നമ്മളെ തൊട്ടടുത്ത് എത്തിയെന്ന് കണ്ടപ്പോഴത്തിന് നമ്മളെ ബൈക്കിന്മത്തെ ഇതാക്കുന്ന ഒരു ഓപ്പറേഷനും കാര്യങ്ങളും ചെറുതായിട്ടൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ആരോ ബ്ലേഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റപ്പാക്കി പിന്നെ ഞങ്ങൾ ബട്ടൺ ഹൗസിൽ കയറി കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം നമ്മളെ നിന്ന് ശീലെടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഓൾക്ക് നമ്മളെ തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് തരാം ഒരു 10 റുപ്യ 20 റുപ്യ നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ശീല വാങ്ങിപ്പോകാം അങ്ങനെയാണുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ നമുക്ക് ഇവിടുന്ന് അടിച്ചിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ആക്കി തരുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അതാണ് ഇല്ലത് അപ്പം അങ്ങനെ കേട്ടോ പിന്നെ കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു സാധനം കൂടി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് അടുത്ത വീഡിയോയിലൊക്കെ പറയാം കേട്ടോ ഇൻഷാ അല്ലാഹ് കിട്ടാൻ ഇടയാകട്ടെ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒരുവിധം നൂലുകളും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് കേട്ടോ അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴാണ് നൂലും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കഴിയുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോന്ന് പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യുക ഓർഡറും കൂടി ചെയ്തോളൂ കേട്ടോ വാട്സപ്പിൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്